ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങളിതേ രാവിലെ ഒരു അമ്പലത്തിൽ പോവാണ്. എൻ്റെ അമ്മയ്ക്ക് എന്ത് പരിപാടിക്ക് ഇറങ്ങുകയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ മറന്നു വയ്ക്കണം, എന്നിട്ട് തിരിച്ചു പോയിട്ട് എടുക്കണം. ആ പരിപാടിയാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ അമ്പലത്തിലേക്ക് പോവുകയാണ്. ആലത്തൂർ പെരുന്തിരിക്കോവിൽ ശ്രീരാമ ഹനുമാൻ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾക്ക് കേച്ചേരിയിൽ നിന്നാണ് ബസ് കിട്ടിയത്. അവിടുന്ന് ഞങ്ങൾ മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ചിട്ടോ, കണ്ടല്ലേ. പക്ഷെ മുല്ലപ്പൂ വാങ്ങിച്ച വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളിത് കുറ്റിപ്പുറം വന്നിട്ട് അവിടുന്ന് വേറെ ബസ് കയറി. എന്നിട്ട് ഒരു സ്റ്റോപ്പിൽ ഇറങ്ങി. അവിടെ ഇറങ്ങിയിട്ട് 10 മിനിറ്റോളം ഞങ്ങൾ പോസ്റ്റ് ചെയ്ത് നിന്നു കേട്ടോ. ഞങ്ങൾക്കൊരു ഓട്ടോ പോലും കിട്ടിയില്ല. അറ്റ് ലാസ്റ്റ് ഒരു ഓട്ടോ കിട്ടി ഒരു 15 മിനിറ്റിന് ശേഷം. അതിന് ഞങ്ങളത് ആ അമ്പലത്തിലെത്തി കേട്ടോ. കേരളത്തിലെ മലപ്പുറം ജില്ലയിലുള്ള തിരൂരിനടുത്ത് പൊന്നാനിപ്പുഴയ്ക്കും ഭാരതപ്പുഴയ്ക്കും നടുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആലത്തൂർ എന്നുള്ള സ്ഥലത്തുള്ള ക്ഷേത്രമാണ് കേട്ടോ ഇത്. ആലത്തൂർ പെരുന്തിരിക്കോവിൽ ശ്രീരാമ ഹനുമാൻ ക്ഷേത്രം എന്നാണ് ശരിക്കെങ്കിലും ഹനുമാൻകാവ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയുള്ളൂ കേട്ടോ. വിഷ്ണു ഭഗവാന്റെ 7ാമത്തെ അവതാരമായ ശ്രീരാമനാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ. പക്ഷെ ശിവന്റെ അവതാരവും ശ്രീരാമഭക്തനുമായ ഹനുമാനാണ് കേട്ടോ ക്ഷേത്രത്തിലെ പ്രാധാന്യമുള്ളത്. ഹനുമാൻ ലങ്കയിലേക്ക് എടുത്ത് ചാടിയതുമായി ബന്ധപ്പെട്ട എന്തോ ഒരു സംഭവമാണിത്. അത് അമ്മ ജസ്റ്റ് വലം വെച്ചിട്ട് വരണം, ആ കരിങ്കല്ലിൽ ചവിട്ടാതെ അങ്ങോട്ട് ചാടണം എന്നാണ്. കറക്റ്റായിട്ട് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങള് നേരെ പോയത് പിന്നെ ഉപ്പുമാവ് കഴിക്കാനാണ്. രാവിലെ സൺഡേ ദിവസങ്ങളിൽ ഉപ്പുമാവും കഞ്ഞിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് തൊഴുതു. നല്ലൊരു അമ്പലമായിരുന്നു കേട്ടോ. ഒരു വലിയ കുളമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അവൽ നിവേദ്യമാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ വഴിപാട്. പിന്നെ ഞങ്ങൾ കുറേ നാളായിട്ട് പോകണമെന്ന് വിചാരിച്ചൊരു അമ്പലമായിരുന്നു. ഞാൻ അമ്മോട് പറയാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ ഇന്നൊരു അവസരം കിട്ടി. ജസ്റ്റ് ഇന്നലെ ഒന്ന് ചോദിച്ചത് അമ്മോട് ഇന്ന് പോയാലോ എന്ന്. അപ്പോൾ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്നതാണ്. എന്തായാലും സുഖമായിട്ട് തൊഴാനും യാത്രയൊക്കെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ എത്താനും ഞങ്ങൾക്ക് പറ്റിയിട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഓട്ടോ ഉണ്ട് കേട്ടോ കുറേ. ഞങ്ങൾക്ക് അവിടുന്ന് രാവിലെ വരുമ്പോൾ ഓട്ടോ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട്. അത് നേരത്തെ എത്തിയതുകൊണ്ടാണെന്നാണ് പറഞ്ഞത്. തിരിച്ചിവിടുന്ന് ഇഷ്ടംപോലെ ഓട്ടോ ഒക്കെ ഉണ്ട്. അവിടെ ചെന്നപ്പോൾ അവിടെയും ഓട്ടോ ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറ്റിപ്പുറം ചെന്ന് അവിടുന്ന് തൃശ്ശൂർ ബസ് കയറി. അങ്ങനെ ഞങ്ങളിതേ കേച്ചേരി എത്തിയപ്പോഴേക്കും വിശന്ന് തളർന്നു പോയി. അപ്പോൾ ഒരു ജ്യൂസും ബർഗറും കഴിച്ചു. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ ഇനി കാണാം കേട്ടോ.